നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 86. വേദമൂർത്തികളുടെ പ്രാർത്ഥന. പേജ് നമ്പർ 881. ഈ ഭൗതിക ലോകത്തു കുടുങ്ങിപ്പോയ ജീവാത്മാവിനു സ്വന്തം പരിശ്രമം കൊണ്ടു മാത്രം മുക്തി നേടാനാവില്ലെന്നു മഹാത്മാക്കൾക്കറിയാം. അതിനാൽ ഉറച്ച വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഈ മഹാത്മാക്കൾ ഭഗവാന് അതീന്ദ്രിയമായ ഭക്തിയുത സേവനം നടത്തുന്നതിൽ വ്യാപൃതരാവുന്നു. അതാണു വേദമൂർത്തികളുടെ തീർപ്പ്. വേദമൂർത്തികൾ തുടർന്നു, നിരപേക്ഷ സത്യത്തെക്കുറിച്ച് പൂർണ്ണജ്ഞാനം നേടുക പ്രയാസമാണ്. അവിടുന്ന് പതീതാത്മാക്കളോട് അത്യന്തം കരുണയുള്ളവനാണ്. അതുകൊണ്ടാണ് അവിടുന്ന് അനേകം അവതാരങ്ങൾ കൈക്കൊണ്ടു വിവിധ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ഒരു ചരിത്ര പുരുഷനായി പോലും അങ്ങ് ഈ ഭൗതിക ലോകത്ത് അവതരിച്ചിട്ടുണ്ട്. അവിടുത്തെ ലീലകൾ വേദങ്ങളിൽ വർണ്ണിച്ചിട്ടുമുണ്ട്. അതീന്ദ്രിയാനന്ദത്തിൻ്റെ മഹാസാഗരം പോലെ ആകർഷകമാണ് ആ വക ലീലകൾ. സാധാരണ ജീവന്മാരെ പ്രകീർത്തിക്കുന്ന കഥകൾ വായിക്കാൻ ആളുകൾ മൊത്തത്തിൽ സ്വാഭാവികമായി തന്നെ വലിയ തത്പരരാണ്. എന്നാൽ അവിടുത്തെ ശാശ്വതമായ ലീലകൾ ചിത്രീകരിക്കുന്ന വേദങ്ങളിൽ ആകൃഷ്ടരാകുമ്പോൾ അവർ അതീന്ദ്രിയാനന്ദത്തിൻ്റെ പാരാവാരത്തിൽ ആണ്ടുമുങ്ങും. ക്ഷീണിച്ചവശനായ മനുഷ്യനു ഏതെങ്കിലും ജലാശയത്തിൽ ആണ്ടുമുങ്ങുമ്പോൾ നവോന്മേഷം കൈവരുന്നത് പോലെ ഭൗതിക കർമ്മങ്ങളിൽ അങ്ങേയറ്റം വെറുപ്പ് തോന്നുന്ന ജീവാത്മാവിന് അവിടുത്തെ ലീലാവിലാസങ്ങളുടെ അതീന്ദ്രിയ സാഗരത്തിൽ മുങ്ങുമ്പോൾ നവോന്മേഷം കൈവന്ന് ഭൗതിക കർമ്മങ്ങളിൽ നിന്നുണ്ടായ ക്ഷീണം മറക്കുന്നു. അതോടെ പരമാനന്ദ സാഗരത്തിൽ മുഴുകുന്നു. അതിനാൽ ഭക്തിയുത സേവനവും ഭക്തി ജീവിതത്തിലെ 9 വിഭിന്ന പ്രക്രിയകളിൽ, വിശേഷിച്ച് ശ്രവണ കീർത്തനങ്ങളിൽ നിരന്തരം വ്യാപരിക്കലും ഒഴികെ ആത്മസാക്ഷാത്കാരത്തിനായി ഒരു മാർഗവും ബുദ്ധിശാലികളായ ഭക്തന്മാർ സ്വീകരിക്കില്ല. അവിടുത്തെ അതീന്ദ്രിയ ലീലകളെക്കുറിച്ചു കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുമ്പോൾ മോക്ഷത്തിൽ നിന്നോ സർവേശ്വരൻ്റെ ആസ്തിത്വത്തിൽ ലയിക്കുന്നതിൽ നിന്നോ ലഭിക്കുന്ന അതീന്ദ്രിയാനന്ദം പോലും അങ്ങയുടെ ഭക്തന്മാർ കാര്യമാക്കുന്നില്ല. അവർക്കു മുക്തിയിൽ പോലും താൽപ്പര്യമില്ല. അപ്പോൾ പിന്നെ
വിഷയസുഖങ്ങൾക്കു വേണ്ടി സ്വർഗലോകങ്ങളിലേക്കുയർത്തപ്പെടാൻ തീരെ താല്പര്യമില്ലെന്നു വിശേഷിച്ചു പറയേണ്ടതില്ലല്ലോ. പരമഹംസന്മാരുമായുള്ള, അതായതു മഹാഭക്തന്മാരുമായുള്ള സമ്പർക്കം മാത്രമാണ് നിർമ്മല ഭക്തന്മാർ തേടുന്നത്. അതുവഴി അവർക്ക് അവിടുത്തെ മഹിമാനങ്ങൾ കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യാമല്ലോ. ഈ ലക്ഷ്യത്തിനു വേണ്ടി കുടുംബജീവിതം, സമൂഹം, സൗഹൃദം, പ്രേമം തുടങ്ങിയ ഭൗതിക സുഖങ്ങളുൾപ്പെടെയുള്ള സർവസുഖങ്ങളും ത്യജിക്കാൻ നിർമ്മല ഭക്തന്മാർ തയ്യാറാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് അവിടുത്തെ മഹിമാനങ്ങളെ പ്രകീർത്തിക്കുന്ന അതീന്ദ്രിയാനന്ദത്തിൻ്റെ ആസ്വാദനത്തിലൂടെ ഭക്തിരസാമൃതം നുണയുന്നവർ മറ്റ് യാതൊരു ആധ്യാത്മികാനന്ദമോ ഭൗതിക സുഖമോ കാര്യമാക്കുന്നില്ല. അവയൊക്കെ അവർക്കു തെരുവിലെ വൈക്കോൽ ചണ്ടിയേക്കാൾ അപ്രധാനമാണ്. ഹരേ കൃഷ്ണ.